قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബക്ക് മുമ്പുള്ള ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വച്ചത് ദീനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിമിനെക്കുറിച്ചുമാണ്. അഥവാ ദീൻ, ഇസ്ലാം, മുസ്ലിം എന്ന 3 പദാവലികൾക്ക് വിശുദ്ധ ഖുർആനിലെ പദാവലികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അഥവാ ദീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് അവലംബിക്കുന്ന, ആശ്രയിക്കുന്ന, തിരഞ്ഞെടുക്കുന്ന ഏതൊരാശയത്തെയും സിദ്ധാന്തങ്ങളെയും വ്യവസ്ഥകളെയുമാണ് നമ്മൾ ദീൻ എന്ന് പറയുന്നത്. ആ നിലക്ക് ലോകത്ത് ധാരാളം ദീനുകൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും ഓരോരോ ദീനുകളാണ്, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഓരോരോ ദീനുകളാണ്, എല്ലാ ആശയങ്ങളും ഓരോരോ ദീനുകളാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ലോകത്ത് പ്രവാചകന്മാർ മനുഷ്യരുടെ മുൻപിൽ പരിചയപ്പെടുത്തിയ ദീൻ അഥവാ ദീനില്ലയാണ്, ദൈവിക ദീനാണ് പരിചയപ്പെടുത്തിയത്. ആ ദൈവിക ദീനിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ പേരല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയുടെ പേരാണ്, ഒരു സ്റ്റൈൽ ഓഫ് ലൈഫിൻ്റെ പേരാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അഥവാ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ശാസനകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമർപ്പിക്കുക എന്നാണ്. അഥവാ ദൈവശാസനയ്ക്ക്, ദൈവകൽപ്പനയ്ക്ക് സ്വന്തത്തെ സമർപ്പിക്കുക, ഇതാണ് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവിക മാർഗദർശനങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ആ ജീവിത രീതിക്കാണ്, അല്ലെങ്കിൽ ആ സമർപ്പണ രീതിക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഭാര്യയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അതേ സമയം ആ സമയം വരെ ജീവിച്ചിരുന്ന ഇടത്ത് നിന്ന് പുറത്താക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുൽനഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അഥവാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോകണം, ഇനി നിങ്ങൾക്ക് ഇവിടെ വസിക്കാനുള്ള സാധ്യതകളില്ല. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം വരും, എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സാൻമാർഗികമായ നിർദ്ദേശങ്ങൾ വരും, അഥവാ എൻ്റെ കൽപ്പനകൾ വരും. എങ്ങനെയാണ് നിങ്ങൾ ഇനി ചെല്ലുന്നിടത്ത് ജീവിക്കേണ്ടത് എന്നതിന് എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ വരും. അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്നാണല്ലോ പറയുന്നത്. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ആ നിയമനിർദ്ദേശങ്ങൾക്ക് ജീവിതത്തെ വിധേയപ്പെടുത്തുക. എവിടെ? എല്ലാ രംഗത്തും വിധേയപ്പെടുത്തുക. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി ഫഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. അറിയണം, നിങ്ങൾ അറിയണം, യാഥാർത്ഥ്യം അറിയണം. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുക. വഹുവ മുഹ്സിനുൻ, സുഹൃതവാനായിക്കൊണ്ട് ദൈവത്തിന് അഥവാ അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുക. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലഹു അജ്റുഹു ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിങ്കലുണ്ട്, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ദൈവിക നിയമനിർദ്ദേശങ്ങൾക്ക്, ദൈവശാസനകൾക്ക് സ്വന്തത്തെ വിധേയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക, സമർപ്പിക്കുക. ആ സമർപ്പിക്കുക എന്നതിന് സമാനമായ അറബി പദമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ സമർപ്പിച്ചവന് പറയുന്ന പേരാണ് മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിം ഒരു സാമുദായിക നാമമല്ല. ഇസ്ലാം ഒരു മതത്തിൻ്റെ പേരല്ലാത്തതുപോലെ മുസ്ലിം എന്നത് ഒരു സാമുദായിക നാമവുമല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ആവുക എന്ന് പറയുന്നത് പാരമ്പര്യമായി സാധിക്കാത്ത ഒരു കാര്യമാണ്. പാരമ്പര്യമായി മുസ്ലിം ആവാൻ പറ്റില്ല. അത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. പാരമ്പര്യമായി ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റില്ല. അതിൻ്റെ കാര്യം വിശദീകരിച്ചു ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ അത് പറഞ്ഞിരുന്നു. ഒരു ജിംനാസ്റ്റിക് ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്, ഒരിക്കൽ മുസ്ലിമായാൽ ആ മുസ്ലിം ആവുക എന്ന് പറയുന്നത് സ്റ്റേബിളായി മരണം വരെ നിൽക്കും എന്നും നമ്മൾ ധരിക്കരുത്. നമ്മൾ ഒരിക്കൽ മുസ്ലിമായി, അങ്ങനെ മുസ്ലിമായാൽ പിന്നെ അത് മുസ്ലിം ആയിരിക്കും, അവസാനം വരെ അത് സസ്റ്റെയിൻ ചെയ്യും എന്നും നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്ന, നിലനിൽക്കുന്ന, മരണം വരെ നിലനിൽക്കുന്ന ഒരു സംഗതിയല്ല മുസ്ലിം ആവുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അഥവാ 100% മുസ്ലിങ്ങളായിട്ടുള്ള പ്രവാചകന്മാർ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഒക്കെ 100% മുസ്ലിമായിട്ടും അവർക്ക് വഴിമധ്യേ അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റബ്ബന വജഅൽന മുസ്ലിമീന ലക വമിൻ ദുരിയത്തിൻ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബന വജഅൽന മുസ്ലിമീന ലക, ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമാക്കണമേ. വമിൻ ദുരിയത്തിന, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, മുസ്ലിങ്ങളായിട്ടുള്ള ഒരു ഉമ്മത്തിനെ നീ ഉയർത്തി കൊണ്ടുവരണമേ എന്നവർ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരിക്കൽ മുസ്ലിമായാൽ പിന്നെ കാലം മുസ്ലിമായിട്ട് തന്നെ ഇരിക്കും എന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുന്നതിന് പറ്റിയ ഉദാഹരണമാണത്. അതുപോലെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ് ഇന്നും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത്. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ. തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ. യൂസുഫ് നബി മുസ്ലിം ആണല്ലോ ഓൾറെഡി, എന്നിട്ടും പ്രാർത്ഥിക്കാണ്, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ. ഇത് വലിയ കഥയുണ്ട് ആ പറയുന്നതിൽ. മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മക്കളോട് ഉപദേശിക്കുന്നത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് മക്കളെ എന്ന് ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സർവോപരി വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 102-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വ പാലിക്കേണ്ട വിധം പാലിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് ഉപദേശിക്കുകയാണ്. ഇവിടെ വിളിക്കുന്നത് സത്യവിശ്വാസികളെ എന്നാണ്, പറഞ്ഞവസാനിപ്പിക്കുന്നത് മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ധാരണ, നമ്മളിനി മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല, കാരണം നമ്മൾ ഓൾറെഡി മുസ്ലിങ്ങളാണ്. ഇനി നമ്മൾ മതം മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല, ക്രിസ്തു മതത്തിലേക്കോ ഹിന്ദു മതത്തിലേക്കോ മറ്റു മതത്തിലേക്കൊന്നും പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യം ഏതാണ്ട് സലാമത്തായി, ഞാൻ മുസ്ലിമായി, ഇനി ഞാൻ മുസ്ലിമായിട്ടേ മരിക്കൂ എന്ന വിചാരമാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് കേൾക്കുമ്പോൾ നമ്മെ ആരെയും വല്ലാണ്ട് അലോസരപ്പെടുത്താറില്ല, ആശങ്കപ്പെടുത്താറില്ല. കാരണം ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂ ഇനി, കാരണം ഞാൻ വേറെ മതത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ
എന്ന ചിന്തയാണ് നമ്മെ നയിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഇത് രണ്ടിന്റെ ഇടയിൽ അല്ലാഹ് പറയുന്നൊരു കാര്യമുണ്ട്. ഹക്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഹക്ക തുഖാതിഹി, നിങ്ങൾ തഖ്വ പാലിക്കേണ്ട വിധം പാലിക്കണം. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട, ഈ ആയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അള്ളാഹു ഈ ആയത്ത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാനിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ അല്ലാഹ് പറയുന്നത് തഖ്വ പാലിക്കേണ്ട വിധം പാലിക്കണം എന്നാണ്. ഇവിടെ അല്ലാഹ് ഉദ്ദേശിക്കുന്നത് മതം മാറ്റത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇവിടെ മതം മാറ്റത്തെക്കുറിച്ചല്ല അല്ലാഹ് പറയുന്നത്. മറിച്ച് അല്ലാഹ് പറയുന്നത് തഖ്വ പാലിക്കേണ്ട വിധം പാലിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകാൻ ഇടയുണ്ട് എന്നാണ്. ഇത് മതം മാറ്റത്തെക്കുറിച്ച് പറയുന്നതല്ലത്. മറിച്ച് തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവിക കൽപ്പനകൾ പാലിക്കാനുള്ള ജാഗ്രതക്കാണ് തഖ്വ എന്ന് പറയുന്നത്. ദൈവിക ശാസനകൾക്ക് വിധേയപ്പെടാൻ ഒരു മനുഷ്യൻ കാണിക്കുന്ന ജാഗ്രത, ഒരു വിശ്വാസി കാണിക്കുന്ന ജാഗ്രതക്കാണ് തഖ്വ എന്ന് പറയുന്നത്. ഒരു വിശ്വാസി കാണിക്കുന്ന ജാഗ്രതക്കാണ് തഖ്വ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാലും. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അഥവാ ശാസനകൾക്ക് വിധേയപ്പെടലാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ദൈവിക ശാസനകൾക്ക് വിധേയപ്പെട്ടവന്റെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഇത് മൂന്നും പരസ്പരം റിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധിതമാണ്. തഖ്വ പാലിക്കുക എന്ന് പറഞ്ഞാലും മുസ്ലിം ആവുക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിൻ്റെ ശാസനകൾക്ക് വിധേയമാകുന്ന സന്ദർഭത്തിലെല്ലാം അയാൾ മുസ്ലിം ആയിരിക്കും. കാരണം അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ്. ഇതിനിടയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സമർപ്പണത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സമർപ്പണത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ജീവിതത്തിൽ ദൈവിക കൽപ്പനകളെ അതിലംഘിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യതയുണ്ട് എന്നല്ല, നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, അള്ളാഹുവിന് സമർപ്പിക്കാതിരിക്കുന്ന ഘട്ടത്തിലായിരിക്കും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ മരിച്ചു പോവുക. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഒന്ന്, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി നമ്മൾ ചിലപ്പോൾ അള്ളാഹുവിന് സമർപ്പിക്കും, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സമർപ്പണത്തിൽ നിന്ന് മാറിപ്പോകും. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, രാവിലെ സുബഹി നമസ്കരിക്കുമ്പോൾ നാം അള്ളാഹുവിന് സമർപ്പിച്ചു, കാരണം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി. അത് കഴിഞ്ഞ് നാം വീട്ടിലെ മറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ, കച്ചവടത്തിന് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ, അവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും നമ്മൾ എടുക്കുന്ന നിലപാട് ദൈവവിരുദ്ധമായിരിക്കും, ദൈവിക ശാസനകൾക്ക് എതിരായിരിക്കും. അപ്പോൾ നാം മുസ്ലിം അല്ലാതാവുകയാണ് ചെയ്യുന്നത്, സമർപ്പിക്കുകയല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് സമർപ്പിക്കുന്നത്, അള്ളാഹിൻ്റെ താല്പര്യങ്ങൾക്കല്ല സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിച്ചും സമർപ്പിക്കാതെയുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സമർപ്പിക്കാതിരിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷേ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന സന്ദർഭത്തിലായിരിക്കും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുക. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സമർപ്പിച്ചുകൊണ്ടല്ലാതെ ലോകത്ത് നിന്ന് നിങ്ങൾ വിടവാങ്ങി പോകരുത് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് അതുകൊണ്ടാണ്. ഈ ആക്കിബത്ത് നന്നാക്കണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ? അവസാന ഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുന്നതെങ്കിൽ, അതാണ് പലതിലും ചെന്ന് പെടുമ്പോൾ നമ്മൾ ആലോചിക്കണം. പല തെറ്റായ ഗുരുതരമായി അള്ളാഹു ചൂണ്ടിക്കാണിച്ച പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ, നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുന്നതെങ്കിൽ, ഇസ്രായേൽ നമ്മുടെ ആത്മാവിനെ പിടിക്കുന്നതെങ്കിൽ നമ്മളുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ജാഗ്രത പാലിക്കണം. അള്ളാഹു വസിയത്ത് ചെയ്യുന്നത് മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് പറഞ്ഞിലൂടെ മതം മാറുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ മുസ്ലിം സമുദായത്തിൽ ഉള്ളപ്പോൾ തന്നെ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകാനുള്ള ശക്തമായ സാധ്യത നിലനിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഈ അഥവാ സമർപ്പണത്തിനൊരു പെർഫെക്ഷൻ ആൻഡ് കംപ്ലീഷൻ വേണമെന്നാണ് അള്ളാഹ് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുന്നുവെങ്കിൽ അതിനൊരു പെർഫെക്ഷൻ വേണം, അതിനൊരു കംപ്ലീഷൻ വേണം. കുറച്ചു നേരം സമർപ്പിക്കുക, പിന്നെ സമർപ്പണത്തിൽ നിന്ന് പോവുക, പിന്നെ സമർപ്പണത്തിലേക്ക് വരിക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി ഇത് വേറൊരു രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മളത് പറയുന്നില്ല.
രാവിലെ മുസ്ലിം ആവുക, വൈകുന്നേരം കാഫിറാവുക, രാവിലെ കാഫിറാവുക, വൈകുന്നേരം മുസ്ലിം ആവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുണ്ട്. മൂമിനാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ സമർപ്പണം, ഈ നമുക്ക് തക്കവും താളവും നോക്കിയുള്ള സമർപ്പണം ഉണ്ടല്ലോ, ആ സമർപ്പണത്തിലാണ് ഭൂരിപക്ഷവും മുസ്ലിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അപലപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് അപലപിക്കുമ്പോൾ അള്ളാഹു വളരെ ഗുരുതരമായ ഭാഷയും ടോണുമാണ് ഉപയോഗിക്കുന്നത്. അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫഅലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ബിൽ ഹയാത്തി ദുനിയ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ ഉലൈക അല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുൽ അദാബു വലാ ഹും യുൻസറൂൻ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ ഒരായത്താണിത്. അഫതൂമിനൂന ബിബഅദിൽ കിതാബി വതക്ഫറൂന ബിബഅദ്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിലുള്ള ദൈവത്തിന്റെ ഒരു നിർദ്ദേശത്തെ നിങ്ങൾ സ്വീകരിക്കുകയും മറ്റു നിർദ്ദേശങ്ങളെ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുകയാണോ എന്നുള്ളത് ചോദിക്കുകയാണ്. ആ പണി പാടില്ല എന്നുള്ള പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ വേദഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു ഹറാം നമ്മൾ സ്വീകരിക്കും, മറ്റു വേറെ പല ഹറാമുണ്ടാവും. അതൊക്കെ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ മാറ്റിവെക്കും. ഈ പണിയാണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പണി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ദുനിയാവിലും നാണം കെടും, നാളെ പരലോകത്ത് കഠിനമായ ശിക്ഷക്ക് നിങ്ങൾ വിധേയരാവുകയും ചെയ്യും. ഓമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണിയുണ്ടല്ലോ, ഈ അള്ളാഹുവിന് കുപ്പിയിലിറക്കുന്ന ഈ പണിയെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ. അങ്ങനെയുള്ള ആളുകൾ ദുനിയാവിന് വേണ്ടി ആഖിറത്തിനെ വിറ്റവരാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നു അവരുടെ ശിക്ഷയുടെ കാര്യത്തിൽ ഒരിളവും നാളെ അള്ളാഹുവിൽ ഉണ്ടാവില്ല, ആരാലും അവർ സഹായിക്കപ്പെടുകയുമില്ല എന്ന് പറയുകയാണല്ലോ. വളരെ രൂക്ഷമായ ശൈലിയിലാണ് അള്ളാഹ് ഈ തക്കവും താളവും നോക്കിയുള്ള സമർപ്പണത്തെ വിമർശിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളമായി നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള മറ്റൊരായത്താണ് ഓ മിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ നസാബഹു ഖൈറുൻ ഉത്മാന ബിഹി വഇൻ നസാബതു ഫിത്നത്തുൻ ഇൻകലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയ വൽ ആഖിറ ദാലിക ഹുസ്റാനുൽ മുബീൻ. ജനങ്ങളിൽ ചിലരുണ്ട്, അവരൊരു ഫ്രിഞ്ചിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഹർഫിൽ നിന്നുകൊണ്ടാണ്, ഒരു വക്കത്ത് നിന്നുകൊണ്ടാണ് ദൈവിക കൽപ്പനകൾക്ക് അവർ വിധേയമാകുന്നത്. എന്താണ് അങ്ങനെ വക്കത്ത് നിന്ന് ദൈവിക കൽപ്പനക്ക് വിധേയമാകുന്നതിന്റെ പ്രത്യേകത? അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല എന്ന് വരുമ്പോൾ അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും. അവർക്ക് നഷ്ടമാണ് വരുന്നത് എന്ന് വരുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നേരെ അവർ പുറംതിരിഞ്ഞു നിൽക്കും. ഈ പണിയല്ലേ സമുദായം ചെയ്യുന്നത്, ഈ പണിയല്ലേ ആളുകൾ ചെയ്യുന്നത്. ഏത് വിഷയം നിങ്ങൾ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോ, ഒരു കല്യാണം എടുത്ത് നോക്കിക്കോ, ഒരു വീട് താമസം എടുത്ത് നോക്കിക്കോ, മറ്റേ എന്ത് സാമ്പത്തിക ഇടപാട് നോക്കിക്കോ, ഒരു കച്ചവടം എടുത്ത് നോക്കിക്കോ, സൗകര്യം പോലെ, താളം പോലെ, തരം പോലെ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുതെന്ന്. വൈകുന്നേരം സമർപ്പണം, ഉച്ചക്ക് നിഷേധം. ഉച്ചക്ക് നിഷേധം, അല്ലെങ്കിൽ ഉച്ചക്ക് സമർപ്പണം, വൈകുന്നേരം നിഷേധം. മഗ്‌രിബിന് സമർപ്പണം, ഇശാക്ക് ശേഷം നിഷേധം. ഈ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അള്ളാഹ് പറയുന്നത്. ഇത് നമ്മൾ വായിക്കാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടാണ് നമുക്കിത് തിരിയാത്തത്. നമ്മൾ വായിക്കുന്ന കിതാബുകളും പുസ്തകങ്ങളും ഒക്കെ വേറെയാണ്. അള്ളാഹ് നമുക്ക് വായിക്കാൻ തന്നത് ഖുർആനാണ്. അതൊക്കെ നമ്മൾ വായിക്കൂല, അത് നമ്മൾ ഓതുകയും ഊതുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് മലർത്തിയൊന്ന് മര്യാദക്ക് നമ്മുടെ ഭാഷയൊന്ന് വായിച്ചു നോക്കിയാൽ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് തിരിയും. നമ്മുടെ ജീവിതത്തെ ഒരു കുറേ കാര്യങ്ങളിൽ നമുക്ക് നേരെ ചൊവ്വേ ആക്കാൻ പറ്റും. ഇവിടെ അള്ളാഹ് അങ്ങനെയാ പറയുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞത്? ഇങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഖസിറദ് ദുനിയ വൽ ആഖിറ ദാലിക ഹുസ്റാനുൽ മുബീൻ. അവരെ സംബന്ധിച്ച് ദുനിയാവും പോയി ആഖിറവും പോയി, ദുനിയാവും പോയി ആഖിറവും പോയി. ദാലിക ഹുസ്റാനുൽ മുബീൻ. അവരാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ആളുകൾ. ഇവിടെ ഉപയോഗിക്കുന്ന ഭാഷ, ഇവിടെ ഉപയോഗിക്കുന്ന ടോൺ, ഇതൊക്കെ ഡിഫറൻ്റ് ആണ്. നിസ്സാര കാര്യമല്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുമുൽ ബയ്യിനാത്ത് ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീം. യാ അയ്യുഹല്ലദീന ആമനു, ഇവിടെ അല്ലാഹ് പറയുന്നത് വിശ്വാസികളെ വിളിച്ചിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണം. നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം. തക്കവും താളവും നോക്കി സമർപ്പിക്കാൻ നിൽക്കരുത്. ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്.
ആ സമർപ്പണത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം. ചില കാര്യങ്ങളിൽ സമർപ്പിക്കുക, ചില കാര്യങ്ങളിൽ സമർപ്പിക്കാതിരിക്കുക, ചില സമയത്ത് സമർപ്പിക്കുക, ചില സമയത്ത് സമർപ്പിക്കാതിരിക്കുക. ഇപ്പണി ചെയ്യരുത്, അതിന് പകരം നിങ്ങൾ പൂർണ്ണ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കണം എന്നാണല്ലോ പറയുന്നത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ ആ ചെയ്യുന്ന പണിയുണ്ടല്ലോ അത് പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരുന്ന പണിയാണ്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, ഫൈൻ സലൽതും മിൻ ബഅദി മാ ജാഅതുകുൽ ബയ്യിനാത്ത്, ഈ യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞിട്ട് സൂത്രത്തിന് സ്ലിപ്പ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹു അസീസുൻ ഹകീം, അള്ളാഹു അസീസാണ്, ഹക്കീമാണ്. നിങ്ങൾക്ക് അള്ളാഹിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അള്ളാഹ് സമ്പൂർണ്ണ സ്വതന്ത്രനാണ്, അള്ളാഹിനെ പറ്റിച്ചു നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹ് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് സമ്പൂർണമായി സമർപ്പിക്കുക, മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ പരമാവധി ദൈവികമായി സമർപ്പിക്കുക എന്നതാണ്. ഒന്നത് പാരമ്പര്യമായി ലഭ്യമാവില്ല, രണ്ടാമത് ഒരിക്കലായാൽ അവസാനം വരെ നിലനിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത് ഓരോ സമയത്തും. അതുകൊണ്ട് തന്നെയാണ് ഇത് ബോധപൂർവം നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. മുസ്ലിം ആവുക എന്ന് പറയുന്ന പണി ബോധപൂർവം നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. ഇപ്പം നമുക്ക് ഇസ്ലാം എന്താണ്, ദീൻ എന്താണ്, മുസ്ലിം എന്താണ് എന്ന് കൃത്യമായ ഒരു ധാരണ ഇതിനകം കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളാണ്, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും മുസ്ലിം ആണെങ്കിൽ ലോകത്തെല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ജീവിത വ്യവസ്ഥയും എന്തായിരിക്കണം? ഇസ്ലാമായിരിക്കണം. വിശുദ്ധ ഖുർആൻ ഇതിനടിവരയിടുന്ന ഒരുപാട് ആയത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന നിരവധി ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാം. ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു സന്ദർഭത്തിലെ വർത്തമാനം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. ഈ സൂറത്ത് യൂനുസ് 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 72-ാമത്തെ വചനം, വ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിം ആവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു 3-ാം അധ്യായം 67-ാം വചനത്തിൽ, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഇബ്രാഹിം യഹൂദനല്ല, ഇബ്രാഹിം ക്രിസ്ത്യാനിയുമല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, ഋജുമാനസനായ ഒരു മുസ്ലിമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് നമ്മൾ ആദ്യം പറഞ്ഞു, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ, വൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരാ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ തന്നെ മൂസ നബി ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകനാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറയുന്നൊരു വാചകം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതെന്താ? വഖാല മൂസ, മൂസ പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനമേ, ഇൻ കുൻതും ആമൻതും ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫഅലൈഹി തവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫഅലൈഹി തവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ. മൂസ നബി തൻ്റെ കൂടെ കൂടിയ ആളുകളോട് പറയാണ്, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തവക്കലു, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഇത് മൂസ നബി തൻ്റെ അനുയായികളോട് പറയുന്നതാണ്, തൻ്റെ ജനതയോട് പറയുന്നതാണ്. തൊട്ടടുത്ത പ്രവാചകൻ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അനുയായികൾ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈസാ നബി, മുഹമ്മദ് നബിയുടെ അനുയായികളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് അള്ള പറഞ്ഞൊരു കാര്യം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, ചേർത്താണ് അത് പറയുന്നത്. അതെന്താ? വഇദ് ഔഹൈതു ഇലൽ ഹവാരിയീൻ, ഹവാരിയങ്ങൾക്ക് നാം വഹി നൽകി, അവർക്കൊരു ബോധനം നൽകി. എന്താ? അൻ ആമിനു ബി, എന്നിൽ വിശ്വസിക്കുക, ഒബി റസൂലി, എൻ്റെ റസൂലിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈസാ നബിയിൽ വിശ്വസിക്കാൻ അവർക്ക് നാം ബോധനം നൽകി. എന്നിലും ഞാൻ അയച്ച പ്രവാചകനായ ഈസാ നബിയിലും വിശ്വസിക്കാൻ ഞാൻ അവർക്ക് ബോധനം നൽകി എന്നാണ് പറയുന്നത്. കാലു, അപ്പോൾ അവർ പറഞ്ഞു, ആര്? ഈ ഹവാരിയങ്ങൾ പറഞ്ഞു, ആമന്ന വശ്ഹദ് ബി അന്നനാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കണമേ. അവരും പറയുന്നത് ഞങ്ങൾ മുസ്ലിമാണ് എന്നാണ്.
ഇവിടെ പ്രവാചകന്മാർ സ്വയം അവകാശപ്പെടുന്നതും അള്ളാഹു അവരെ പരിചയപ്പെടുത്തുന്നതും പ്രവാചകന്മാരുടെ അനുയായികളും പറയുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ മുസ്ലിങ്ങളാണ് പ്രവാചകന്മാർ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ, മുസ്ലിം എന്ന വാക്ക് അറബി ടേമാണ്, അറബി പദമാണ് മുസ്ലിം എന്ന് പറയുന്നത്. സലമ എന്ന അറബി പദത്തിൽ നിന്നാണ് ഇസ്ലാം എന്ന അറബി പദവും മുസ്ലിം എന്ന അറബി പദവും നമ്മളിപ്പോൾ പറയുന്ന അസ്സലാമു അലൈക്കും സലാമും എല്ലാം വന്നിട്ടുള്ളത് സലമ എന്ന അറബി പദത്തിൽ നിന്നാണ്. ഈ പദത്തിൽ നിന്നാണ് ഇസ്ലാമും വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന്മാർ എല്ലാവരും ഈ മുസ്ലിം എന്ന പദം തന്നെയാണോ പറഞ്ഞിരുന്നത്? ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് മുസ്ലിം എന്ന വാക്കാണോ ഉപയോഗിച്ചിരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ, അവർ മുസ്ലിങ്ങളായിരുന്നു, മുസ്ലിം എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചും സമർപ്പണ വ്യവസ്ഥയെക്കുറിച്ചും അവർ പറഞ്ഞിട്ടുണ്ടാവുക ഇസ്ലാം എന്നായിരിക്കണം. അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. അവർ മുസ്ലിങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആനിലാണ്. അതിനർത്ഥം അവർ അക്കാലത്ത് ജനങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നതും ഈ പറഞ്ഞിരുന്നതും മുസ്ലിം എന്ന അറബി വാക്കായിരിക്കില്ല ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇത് ഞാൻ പറയാൻ കാരണം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, ഞാൻ എല്ലാ സമുദായത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് പറയുന്നത് 14-ാം അധ്യായം സൂറത്തുൽ ഇബ്രാഹിമിലെ 16-ാം അധ്യായം സൂറത്തുൽ നഹലിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ത്? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ദൈവേതര ശക്തികളെ കൈയൊഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ സമൂഹത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് 25 പ്രവാചകന്മാരെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം 25 പ്രവാചകന്മാരെ വന്നിട്ടുള്ളൂ എന്നല്ല. ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായ എണ്ണം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, എല്ലാ ജനസമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വേറൊരു കാര്യമുണ്ട്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ നമ്മൾ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് അതാണ്. ഒമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി ലിയുബയ്യിന ലഹും. ഒമാ അർസൽനാ മിൻ റസൂലിൻ, ഞാൻ ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല, ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഏതൊരു സമൂഹത്തിലേക്കാണോ ഏതൊരു കൗമിലേക്കാണോ ഞാൻ പ്രവാചകനെ നിയോഗിച്ചത് അവരുടെ ഭാഷയിലല്ലാതെ പ്രവാചകന്മാരെ ഞാൻ നിയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരേ സമയത്ത് അല്ലാഹു പറയുന്നു, ഞാൻ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നു. ഈ നിയോഗിച്ചപ്പോഴെല്ലാം ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചത് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന പ്രവാചകന്മാരെയാണ് നിയോഗിച്ചത് എന്ന് പറഞ്ഞാൽ, ഏതൊരു സമൂഹത്തിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരെല്ലാവരും അതാത് ജനങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജിലാണ് സംസാരിച്ചിരുന്നത്, അവരുടെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനെ കുറിച്ചൊരു വിശാലത നമുക്കുണ്ടാവണം. നമ്മൾക്കൊരു ഇടുങ്ങിയ മനസ്സുണ്ടാവാൻ പാടില്ല. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈ പ്രവാചകന്മാരുടെ ഭാഷകളൊന്നും എല്ലാവരുടെയും അറബിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണ് അറബി. മൂസ നബിയുടെ ഭാഷ തൗറാത്ത് അവതരിച്ചിട്ടുള്ളത് അറബിയിലല്ല. തൗറാത്ത് അവതരിച്ചിട്ടുള്ളത് മൂസ നബിയുടെ തൗറാത്ത് അവതരിച്ചിട്ടുള്ളത് ഹിബ്രുവിലാണ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചിരുന്നത് അറബിയിലല്ല. ആ പ്രവാചകൻ സംസാരിച്ചത് അരമായിക് ഭാഷയിലാണ്. അതുകൊണ്ട് ഇഞ്ചിൽ അവതരിച്ചിട്ടുണ്ടാവുക അരമായിക് ഭാഷയിലാണ്. ഏതൊരു പ്രവാചകനുള്ള വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ടോ ആ പ്രവാചകന്റെ ഭാഷയിലായിരിക്കും, അഥവാ ആ പ്രവാചകനെ ഏതൊരു ജനസമൂഹത്തിലേക്കാണോ നിയോഗിച്ചത് ആ ജനങ്ങളുടെ ഭാഷയിലായിരിക്കും ആ വേദഗ്രന്ഥം അവതരിച്ചിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം എന്നത് അറബി പദമാണെന്ന് ഞാൻ പറഞ്ഞു, ഇസ്ലാം അറബി പദമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രവാചകന്മാരെല്ലാവരും ഇസ്ലാമിനെയും മുസ്ലിമിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക അവരുടെ ഭാഷയിലായിരിക്കും. അല്ലാതെ മുസ്ലിമാണ് ഇസ്ലാമാണ് എന്നായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. മുസ്ലിം എന്ന പദത്തിന് സമാനമായ ഹിബ്രു ലാംഗ്വേജ് ആയിരിക്കും, ഹിബ്രു വേർഡായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. മുസ്ലിം എന്ന പദത്തിന് സമാനമായ അരമായിക് വേർഡായിരിക്കും, വാക്കായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക.
അതുപോലെ തന്നെ അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയെ അഭിമുഖീകരിച്ച ഒരു പ്രവാചകനാണ്. അങ്ങനെ ഫറോവയും മൂസ നബിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ ഒരു സദസ്സിലേക്ക് മൂസ നബി വരുന്നു, ഫറോവയുടെ ആഭിചാരകന്മാരും വരുന്നു. അഥവാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കള്ളപ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആഭിചാരകന്മാർ വരികയാണ്. അങ്ങനെ വന്നിട്ട് ആഭിചാരകന്മാർ അവരുടെ കയറിട്ടപ്പോൾ പാമ്പായി മാറി. പാമ്പായി മാറിയ സന്ദർഭത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൽക്കാലം ഒന്ന് ഭയന്നുപോയി. ഉടനെ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം തൻ്റെ കയ്യിലുള്ള വടി നിലത്തിടാൻ ആവശ്യപ്പെട്ടു. അള്ളാഹ് ആജ്ഞാപിച്ചു. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ മറ്റുള്ള പാമ്പുകളെയെല്ലാം ഈ പാമ്പ് വിഴുങ്ങി. ഈ പണി ചെയ്ത ആഭിചാരകന്മാർക്ക് തോന്നി ഇത് യഥാർത്ഥ പ്രവാചകനാണ് എന്ന്. യഥാർത്ഥ പ്രവാചകനാണെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവർ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായി മാറി. എന്നിട്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബന, അഥവാ ഫിറൗൻ പറഞ്ഞു, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് മൂസയുടെ അനുയായി ആയത്? മൂസ പറയുന്ന ജീവിത വ്യവസ്ഥയിലേക്ക് നിങ്ങൾ കാലുമാറ്റി ചവിട്ടിയത് ആര് പറഞ്ഞിട്ടാണ്? നിങ്ങളെ ഞാൻ ശിക്ഷിക്കും, നിങ്ങളുടെ ഒരു കാലും അതിൻ്റെ നേരെ ഒപ്പോസിറ്റുള്ള കൈയും ഞാൻ കീറിമുറിക്കും, കൊന്നുകളയും നിങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ഈ ആഭിചാരകന്മാർ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച ആഭിചാരകന്മാർ, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പറയുന്നു: റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ, പടച്ചവനെ ഞങ്ങൾക്ക് നീ സബ്ർ പ്രദാനം ചെയ്യണം, ക്ഷമ പ്രദാനം ചെയ്യണം. ഇവൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സബ്ർ, ഒരു ക്ഷമ, ഒരു ധൈര്യം നീ നൽകണമേ തമ്പുരാനെ. എന്നിട്ട് പറയുന്നത് വതവഫന മുസ്ലിമീൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കരുത്, മുസ്ലിങ്ങളായിട്ടല്ലാതെ തിരിച്ചു വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ മുസ്ലിങ്ങളായിട്ടല്ലാതെ തിരിച്ചു വിളിക്കരുത് എന്ന് പറഞ്ഞത് അവർ ഈ ഭാഷയിലായിരിക്കുമോ? ആയിരിക്കാൻ സാധ്യതയില്ല. ഖുർആൻ അതെടുത്ത് ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അറബി ഭാഷയിൽ. അവർ പറഞ്ഞിട്ടുണ്ടാവുക അവരുടെ ഭാഷയിലായിരിക്കും. അതിനെ വിശുദ്ധ ഖുർആൻ അവതരിച്ച ആ കാര്യം എടുത്തു പറയുമ്പോൾ ആ ഭാഷ എടുത്ത് ഇവിടെ ഉദ്ധരിക്കാൻ പറ്റില്ലല്ലോ. അതായിരിക്കാം വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുണ്ടാവുക, അതായിരിക്കണം. അതിനൊരുപാട് തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ ഫിറൗൻ അതും കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞ് ഫിറൗനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൈൽ നദിയിൽ മുക്കിക്കൊല്ലുകയാണ്. അങ്ങനെ വെള്ളം കുടിച്ച് ഇയാൾ ചാവാൻ തുടങ്ങുമ്പോൾ ഇയാൾ പറയുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കാല, അവൻ മുങ്ങിച്ചാവാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിന്റെ ഇലാഹല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് ഞാൻ ഇതിനോടകം വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ മൂസ പറയുന്ന ഇലാഹല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് ഞാൻ ഇതിനകം വിശ്വസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. ഇവിടെ ഫറോവ പറഞ്ഞിട്ടുണ്ടാവുക ഇത് ഫറോവയുടെ ലാംഗ്വേജിലായിരിക്കും, അല്ലാതെ അറബിയിലായിരിക്കില്ല. അത് അള്ളാഹ് എടുത്ത് ഉദ്ധരിച്ചപ്പോൾ അറബിയിൽ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ഭാഷയിലാണ് സംസാരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ പ്രവാചകന്മാരും അവതരിപ്പിച്ച ദീൻ, ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാമാണെങ്കിലും അവർ അതാത് ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച വാക്ക് ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ ആയിരിക്കില്ല, അവരുടെ ഭാഷയിലായിരിക്കും. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹു എന്ന കാര്യത്തിലും അള്ളാഹുവിൻ്റെ കാര്യത്തിലും അതുതന്നെയായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ അവർ എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളോടും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. മറിച്ച് അള്ളാഹു എന്ന പദത്തിന് ആ ലാംഗ്വേജിലുള്ള വാക്കെന്താണോ അതായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഹിബ്രു ലാംഗ്വേജിൽ അള്ളാഹുവിന് സമാനമായി ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പറയുന്ന എലോഹിം എന്ന് പറയുന്നത്. ആ ഭാഷയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക എലോഹിം എന്നായിരിക്കും. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു എന്നായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, മറിച്ച് ആ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടാവുക ആലാഹ എന്നാണ്. ഇന്നും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഹിബ്രു ലാംഗ്വേജിൽ അള്ളാഹുവിന് സമാനമായ പദം ഏതാണ് എന്ന് നമ്മൾ അടിച്ചു നോക്കിയാൽ ഈ രണ്ട് പദങ്ങളാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. മഹാനായ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങ് മലയാളക്കരയിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ
ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, മലയാളത്തിലെ ഒരു പേരായിരിക്കും. ആ പ്രവാചകന്റെ ഖുർആൻ അറബിയിലായിരിക്കില്ല, മലയാളത്തിലായിരിക്കും. ആ പ്രവാചകൻ ഇസ്ലാം എന്ന് പറയുന്നത് അറബിയിലായിരിക്കില്ല, പകരം സമാനമായ മലയാള പദമായിരിക്കും ഉപയോഗിക്കുക. മുസ്ലിം എന്നായിരിക്കില്ല പ്രവാചകൻ പറയുക, സമാനമായ സമർപ്പിച്ചവൻ എന്നോ മറ്റോ ഉള്ള മലയാള പദങ്ങളായിരിക്കും ദൈവികമായ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുക. ആ പ്രവാചകൻ അള്ളാഹു എന്നായിരിക്കില്ല പറയുക, മറിച്ച് ദൈവമെന്നോ സർവേശ്വരൻ എന്നോ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ആ പ്രവാചകൻ ആർക്കും തിരിയാത്ത അറബിയിലായിരിക്കില്ല ഖുതുബ നിർവഹിക്കുക, ആ പ്രവാചകൻ എല്ലാവർക്കും തിരിയുന്ന മലയാളത്തിലായിരിക്കും ഖുതുബ നിർവഹിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു എന്ന് പറയുന്നതിന് പകരം ദൈവം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നവർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. അറബിയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ ഖുതുബ നിർവഹിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്നവരും ഈ സത്യം തിരിച്ചറിയണം. എന്ത്? ഒമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, എല്ലാ പ്രവാചകന്മാരും ജനങ്ങളുടെ ഭാഷയിലാണ് അവരോട് ഉത്ബോധനം നടത്തിയിരുന്നത്. അതുകൊണ്ട് പ്രവാചകൻ ഇവിടെ ആയിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ, മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, അത്രേ ഉള്ളൂ, അതിനങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ജനിച്ചിരുന്നതെങ്കിൽ ഇതൊക്കെ മലയാളത്തിലായിരിക്കും. ആളുകളുടെ പേര് ഇന്നത്തെ പോലെ അബ്ദുൽ ഖാദിർ, സുലൈമാൻ, അബൂബക്കർ, മുഹമ്മദ്, റസാഖ് എന്നൊന്നും ആയിരിക്കില്ല, മലയാളത്തിലായിരിക്കും. ഇന്ന് അബ്ദുള്ളക്ക് പകരം ഒരുപക്ഷെ അന്ന് ദാസൻ എന്നായിരിക്കും വിളിക്കുക. ഇത് ഞാൻ വേറൊരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അബ്ദുള്ള എന്ന പദത്തിന്റെ നേർക്കുനേരെയുള്ള മലയാളമാണ് ദാസൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ദാസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദുവാണ്, അബ്ദുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് മുസ്ലിമാണ്. നമുക്ക് എന്ത് കഴിയണില്ല? ദാസൻ എന്ന് പറയുന്നത് ഒരു മലയാള പേരാണ്, അബ്ദുള്ള എന്ന് പറയുന്ന ഒരു അറബി പേരാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം. അതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കുന്നത് ശരിയല്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ജനങ്ങളുടെ ഭാഷയിലായിരിക്കും പ്രവാചകന്മാർ സംസാരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ആ നിലക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് വാക്ക്, ഏത് ഭാഷയിലെ ഏത് വാക്ക് ഉപയോഗിക്കുന്നു എന്നതല്ല പ്രശ്നം, ഉപയോഗിക്കുന്നയാൾ അതിനെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നു എന്നതാണ് പ്രശ്നം. മറ്റുള്ളവർ എന്തുദ്ദേശിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്തുദ്ദേശിക്കുന്നു എന്നതാണ്. ഞാൻ ദൈവമെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് പ്രശ്നം. നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം, ഞാൻ എന്തുദ്ദേശിക്കുന്നു എന്നാണ്. നിങ്ങളത് പറയുമ്പോൾ ഞാൻ എന്തുദ്ദേശിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു എന്നതാണ് പ്രശ്നം. ഭാഷയുടെ പ്രശ്നമല്ല, അത് ഉദ്ദേശത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.